ഓരോ ഉത്സവകാലത്തും പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. എങ്കിലും വലിയ വില കൊടുത്തു വാങ്ങുന്ന ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിക്കാൻ പലരും മെനക്കെടാറില്ല. തണുപ്പുള്ള സ്ഥലമല്ലേ, വലിയ വൃത്തികേടൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുക എന്നതാണ് പലരുടെയും പതിവ്. എന്നാൽ എത്ര വിലയുള്ള ഫ്രിഡ്ജ് ആയാലും തണുപ്പും ഈർപ്പവും ഒപ്പം ഉള്ളിൽ വച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളുടെ പ്രത്യേകതയും ഒക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ ദുർഗന്ധം നിറയാറുണ്ട്. ഫ്രിഡ്ജിന്റെ വാതിൽ അടച്ചു വയ്ക്കുമ്പോൾ അറിയില്ലെങ്കിലും അതൊന്ന് തുറക്കുമ്പോൾ ദുർഗന്ധം പുറത്തു വരും. അതിഥികൾ ഉള്ളപ്പോഴാണ് ഇതുണ്ടാകുന്നതെങ്കിൽ മാനം പോവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ വൃത്തി സുപ്രധാനമായ ഒരു സംഗതിയാണ്. അതെങ്ങനെ ഉറപ്പുവരുത്തുമെന്നറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യമൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഒരു കപ്പ് നിറയെ കല്ലുപ്പെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഫ്രിഡ്ജിലെ ദുർഗന്ധം പമ്പ കടക്കും. വായുവിൽ നിന്ന് ദുർഗന്ധം വലിച്ചെടുത്ത് ഈർപ്പം ആഗിരണം ചെയ്യാൻ കല്ലുപ്പിന് സാധിക്കും. തണുപ്പും നനവും ഉള്ള അടഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ദുർഗന്ധം ഉണ്ടാവുക എന്നത് സാധാരണമാണ്. ഇതുകൂടാതെ ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അടുക്കളയിലെ ചൂടുവായുവും ഈർപ്പവും ഗന്ധവും ഫ്രിഡ്ജിനുള്ളിൽ എത്തുന്നത് തടയാനുമാവില്ല. പച്ചക്കറികളും മത്സ്യവും മാംസ്യവുമൊക്കെ ബഹിർഗമിപ്പിക്കുന്ന എത്തിലിൻ വാതകം കൂടിയാകുമ്പോൾ ഫ്രിഡ്ജിന്റെ ഉൾഭാഗം ദുർഗന്ധപൂരിതമാകും. എന്നാൽ കല്ലുപ്പ് വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൽ തങ്ങി നിൽക്കുന്ന ദുർഗന്ധത്തെയും ഈർപ്പത്തെയും വലിച്ചെടുക്കുന്നു. ബാക്ടീരിയയും പൂപ്പലും ഇല്ലാതാക്കി സുഗന്ധം പരത്തുകയും ചെയ്യും. കല്ലുപ്പ് വയ്ക്കുന്നതിനൊപ്പം ഇടയ്ക്കിടെ ഫ്രിഡ്ജിന്റെ ഉൾഭാഗം വൃത്തിയാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്താൽ നന്നാവും.